പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ രാജേഷ് ആലത്തൂരാണ്. ഞാനിപ്പോൾ വന്നത് നമ്മുടെ കേരളത്തെ നടുക്കുന്ന, ഏറ്റവും കൂടുതൽ അമ്മയെയും അച്ഛനെയും കൊല്ലുന്ന, സഹോദരനെയും സഹോദരിയെയും കൊല്ലുന്ന, തിരിച്ചും മറിച്ചും മാറി മാറി കൊല്ലുന്ന ഒരു കേരള സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി വാദിക്കുന്ന പലതരം ആൾക്കാർ ഇതിനൊക്കെ വേണ്ടി വാദിക്കാനോ പ്രതികരിക്കാനോ ഒരാളെയും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് എന്താണ് ഒരു പോംവഴി? ഇതിന് ഒരു പോംവഴിയേ ഉള്ളൂ. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാതെ എത്രയും പെട്ടെന്ന് തന്നെ നിയമപരമായി വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതാണ്. അതായത് കൊലപാതകികളെ വധശിക്ഷയ്ക്ക് വിധിക്കുക, അതേപോലെ പീഡിപ്പിക്കുന്നവരെ, അങ്ങനെ പലതരം ക്രിമിനലുകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിൽ ഒരു ഭയപ്പാട് മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്നത് പോലെയുള്ള ശിക്ഷ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ വരുന്നുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവിടെ കൊലപാതകങ്ങളും പീഡനങ്ങളും ഇല്ലാണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അതിന് രാഷ്ട്രീയക്കാര്, ഗവൺമെന്റ്, കോടതി, എല്ലാവരും ഈ ഒരു വിഷയത്തിൽ കൊലപാതകം, ക്രിമിനല്, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയുള്ളവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെതായ തക്കതായ ശിക്ഷകൾ കൊടുത്തേ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിൽ കയറി 4-5 പേരെയൊക്കെ കൊല്ലുക, സിമ്പിളായിട്ട് ഓരോ വീട്ടിൽ കയറി കൊല്ലുക എന്ന് പറയുമ്പോൾ സ്വന്തം ഉമ്മയെ കൊല്ലുക, അമ്മയെ കൊല്ലുക, അച്ഛനെ കൊല്ലുക, വാപ്പാനെ കൊല്ലുക. അവസ്ഥ നമ്മുടെ എവിടേക്കാ പോകണം? മക്കളുടെ അവസ്ഥ എവിടേക്കാ പോകണം? മതം പഠിച്ചവനും പഠിക്കാത്തവനും എല്ലാവരുടെയും അവസ്ഥ എങ്ങനെയാണ് എങ്കിൽ ഈ രാജ്യത്തിന്റെ പോക്ക് എവിടേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം ശക്തമാവണം. കോടതി അതിന് എത്രയും പെട്ടെന്നൊരു പോംവഴി കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ളവർ തീറ്റിപ്പോറ്റരുത് എന്ന് മാത്രമാണ് ഇതിന്. മറ്റു രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുരംഗത്തുള്ളവരോ അല്ലെങ്കിൽ ആര് തന്നെ പ്രതികരിച്ചില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കോടതി എത്രയും പെട്ടെന്ന് തന്നെ ഇവരെയൊന്നും തീറ്റിപ്പോറ്റരുതേ. ഇവരെയൊന്നും തീറ്റിപ്പോറ്റി ഖജനാവിലെ പണം കാലിയാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ, അതേപോലെ ഈ നരബലി നടത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടായില്ലേ, ഇവരെയൊന്നും തീറ്റിപ്പോറ്റരുത് കേട്ടോ. കാരണം ഇവരുടെയൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവരിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഇതിനൊക്കെ ഒരൊറ്റ വഴിയുള്ളൂ, ഇവരെയൊക്കെ നിയമപരമായി തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം. വധശിക്ഷയ്ക്ക് ഓരോ ക്രിമിനലുകളെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ചു നോക്കൂ നിയമപരമായി. ആ കോടതി ഒന്ന് അംഗീകരിക്കൂ സാർ, പ്ലീസ് സാർ. ഇങ്ങനെയുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റ എത്രയും പെട്ടെന്ന് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള ഒരു നിയമ സംവിധാനം ഈ രാജ്യം, ഈ കേരളം എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കണം സാർ. അങ്ങനെ ഏറ്റെടുത്ത് നോക്കിക്കോളൂ സാർ. നിങ്ങളൊരു പെട്ടെന്നൊരുള്ള ഒരു വധശിക്ഷ എങ്ങനെയുള്ള ക്രിമിനലുകളെ വധിക്കൂ സാർ. ഇവിടെ നോക്കിക്കോളൂ, ക്രിമിനലുകളുടെ എണ്ണം കുറഞ്ഞു വരും. മയക്കുമരുന്ന്, കഞ്ചാവ് കടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിയമപരമായി ശക്തമായ ഒരു ശിക്ഷാ നടപടികൾ കൊണ്ടുവരും നോക്കൂ സാർ. ഒരു സംശയം വേണ്ട, ഇതെല്ലാം ഇവിടെ കുറഞ്ഞു കൊണ്ടുവരും. വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് സാർ. ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് സാർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നിയമം, അതായത് ക്രിമിനലുകളെ വധിക്കാനുള്ള ഒരു സംവിധാനം ഈ രാജ്യം കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്. രാജേഷ് ആലത്തൂരാണ്. താങ്ക് യു സോ മച്ച്.